ലോകമെമ്പാടും യുദ്ധങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത്. യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ സൈനിക മേഖല മാത്രമായിരിക്കില്ല, മുഴുവൻ വിതരണ ശൃംഖലയും ബാധിക്കപ്പെടുമെന്നും അതിനാൽ തന്നെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സമീപകാലങ്ങളിലായി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചോതുന്ന തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് ഇവിടെ നടക്കുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ തന്നെ പല രീതിയിലും ആയുധങ്ങൾ പോലും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുവാനും ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് ഇന്ത്യ പ്രതിരോധ രംഗത്ത് കരുത്ത് തെളിയിക്കുന്നതും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന പരിപാടിക്കിടയിലായിരുന്നു രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആധുനിക യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഊർജം, വ്യാപാരം, സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖലകൾ എന്നിവയിലേക്കും അതിന്റെ ആ ഒരു പ്രത്യാഘാതങ്ങൾ വ്യാപിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ഒരു വലിയ സംഘർഷമുണ്ടായാൽ പ്രതിരോധ ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, നിർണായക സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ ലഭ്യതയെ അത് ബാധിക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യത വളരെ വലുതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോട് തന്നെ ഇന്ത്യ പ്രതിരോധ ഉൽപാദന രംഗത്ത് വൻ മുന്നേറ്റം നടത്തുകയാണ് എന്നതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 1.72 ലക്ഷം കോടി രൂപ എന്ന ചരിത്ര നേട്ടത്തിലേക്കായി തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തന്നെയാണ്. സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ വളർച്ചയ്ക്ക് പിന്നാലെ തന്നെ പ്രധാന ശക്തി എന്നതാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാവിയിൽ പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉപകരണങ്ങളുടെ വലിയ ഇറക്കുമതിക്കാരിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ആഭ്യന്തര ഗവേഷണം, സാങ്കേതിക നവീകരണം, തദ്ദേശ നിർമ്മാണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായാണ് ഇന്ത്യയെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധങ്ങൾ സൈനിക പോരാട്ടങ്ങൾ മാത്രമല്ല, സാമ്പത്തികവും സാങ്കേതികവുമായ വെല്ലുവിളികളാണ് എന്നതാണ് ആ ഒരു തിരിച്ചറിവിലാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം മുന്നേറുന്നത്. സ്വയം പര്യാപ്തതയും ആഭ്യന്തര ഉൽപാദന ശേഷിയും വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഭാവിയിലെ വെല്ലുവിളികളെ ഫലപ്രദമായി തന്നെ നേരിടാനാകൂ എന്ന ശക്തമായ ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത്. അതേസമയം 2014 മുതൽ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനത്തിനും കയറ്റുമതിയിലും വൻ വർധനവുണ്ടായതായി തന്നെ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചു. നമ്മുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വെറും 46,000 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ഡാറ്റ പരിശോധിച്ചാൽ അതിപ്പോൾ 1,78,000 കോടിയിലധികം രൂപയായി തന്നെ ഉയർന്നുവെന്നും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു എന്നതായിരുന്നു രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. അതേപോലെ 2014 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം 1000 കോടി രൂപയിൽ നിന്ന് ഇന്ന് അതേ സമയത്ത് ഏകദേശം 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുമ്പോൾ അതും ഏറെ സന്തോഷകരമാണ്. ഇത് ഇന്ത്യൻ മണ്ണിൽ വിദഗ്ധ തൊഴിലാളികളാൽ തന്നെ നിർമ്മിക്കപ്പെടുന്നുവെന്നും ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ, പ്രതിരോധ ഉൽപാദന വകുപ്പിലെയും വ്യക്തികൾ എല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം ആ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.